ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അടുത്ത മാസം വരാൻ വേണ്ടി പോകുന്ന സാംസങ്ങിൻ്റെ ഗാലക്സി S25 സീരീസാണ് ദ റിയൽ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ ഒരുപാട് ഫോൺസൊക്കെ ഇറങ്ങി, ബട്ട് ദ റിയൽ ആൻഡ്രോയിഡ് കില്ലർ ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ S25 സീരീസാണ്. സോ അത് അടുത്ത മാസം ഇപ്പം വരുന്ന ലീക്ക് ആൻഡ് റൂമേഴ്സ് ഒക്കെ അനുസരിച്ച് അടുത്ത മാസം ജാനുവരി 22 ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ അൺപാക്ഡ് ഇവൻറ്റ് വരാൻ വേണ്ടി പോകുന്നത്. ബട്ട് ഇത് സാംസങ് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. എന്നാലും മേ ബി ആ ഒരു ഡേറ്റ് തന്നെ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് വരുന്നത്. അപ്പോൾ ഇപ്പം വരുന്ന ലീക്ക് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് എന്തൊക്കെ പുതുതായിട്ടുള്ള മാറ്റങ്ങളാണ് S24 S25 സീരീസിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സോ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത കാര്യങ്ങളൊന്നും തന്നെയല്ല. സോ അതുകൊണ്ട് തന്നെ ഇത് വരാം അല്ലെങ്കിൽ വരാതിരിക്കാം. എന്നാലും മേജറായിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്തായാലും അതിലുണ്ടാവാൻ വേണ്ടി പോകുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് തന്നെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസൈൻ. S24 അല്ലെങ്കിൽ S24 പ്ലസ് ആ ഡിസൈൻ തന്നെയാണ് S25 പ്ലസ് വരുന്ന. വലിയ ഡിഫറൻസ് അതായത് നോൺ പ്രോ മോഡലുകളിൽ വരുന്നില്ല, അൾട്രയിൽ മാത്രമേ വരുന്നുള്ളൂ. സോ എല്ലാത്തേലും ആ ഒരു ഓൾമോസ്റ്റ് ആ ഒരു ഡിസൈൻ തന്നെ S23, S24, S25 ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ഡിസൈനൊക്കെ ആവാൻ തന്നെ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പുതിയ S25 മേജറായിട്ടുള്ള ഡിസൈൻ ചേഞ്ച് ഉണ്ടാവാനുള്ള ചാൻസ് ഇപ്രാവശ്യം ഇല്ല. പിന്നെ S25 അൾട്രയാണ്. അൾട്രയുടെ ഇപ്പം നോർമലി S24 അൾട്രയൊക്കെ ആണെങ്കിൽ അത് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ളൊരു മോഡലാണ്. കാരണം അതിൻ്റെ എഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്. അതുകൊണ്ട് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പേരും ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു ഫോൺ വാങ്ങാൻ മടിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ S25 അൾട്രയിൽ ആ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജ് മാറ്റി ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ടായിട്ടുള്ള എഡ്ജാണ് S25 അൾട്രയ്ക്ക് വരുന്നത്. സോ ഈ കാര്യം എന്തായാലും മാറ്റം വരുന്നതാണ്. എന്നാലും അത്ര ഐഫോണൊക്കെ പോലെ ആ രീതിയിലുള്ള ഒരു കർവ് കൊണ്ടുവരുന്നില്ല. എന്നാലും ഒരു സ്ലൈറ്റായിട്ട് ചെറുതായിട്ടുള്ളൊരു റൗണ്ട് ഷേപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് S25 അൾട്ര സീരീസ് വലുതാണെങ്കിലും കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കംഫർട്ടൊക്കെ തന്നെ ഇതിന് കിട്ടുന്നതായിരിക്കും. സോ ആ കാര്യം നല്ലതാണ്. അല്ലാത്ത രീതിയിൽ ഈ കാണുന്ന തരത്തിലുള്ള ഡിസൈൻ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്നാലും ഒരു മേജറായിട്ടുള്ള വലിയ ഡിസൈൻ ചേഞ്ച് ഇപ്രാവശ്യം എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. സോ അതാണ് ഡിസൈനെ പറ്റി പറയാനുള്ളത്. പിന്നീട് ടൈറ്റാനിയം ബോഡി തന്നെയാണ് ഇപ്രാവശ്യം വരുന്നത്. പിന്നീട് പ്രൊട്ടക്ഷൻ ഗൊറില്ല ഗ്ലാസിൻ്റെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സോ അറിയില്ല. എന്നാലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പുതിയ മോഡലായിരിക്കും വരുന്നത്. ദെൻ ഡിസ്പ്ലേ S25 അൾട്രയിലാണെങ്കിൽ 6.8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച്. ഒട്ടുമിക്ക പേരും അല്ലെങ്കിൽ നോർമലി 6.8 ഇഞ്ചാണ് വരാൻ ചാൻസ്. മേ ബി 6.9 ഇഞ്ച് വരാനുള്ള ചാൻസസും ഉണ്ട്. പിന്നീട് S25 6.2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച്. ഇപ്പോൾ S24 6.2 ഇഞ്ചാണ്. സോ പുതിയതിലേക്ക് വരുന്ന സമയം ചിലപ്പോൾ അതേ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 6.3 ഇഞ്ചും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 25 പ്ലസ്സിലാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. അതിലാണെങ്കിൽ കോഡ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ, അല്ലാത്ത ഒരു S25 ഫുൾ HD മാത്രമേ വരുന്നുള്ളൂ. S25 അൾട്രയിലും കോഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ അതാണ് മെയിൻലി. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ തന്നെ സ്പെസിഫിക്കേഷൻ്റെ ഭാഗത്ത് ഡിസ്പ്ലേ ഭാഗത്ത് വരും. പിന്നീട് ഇപ്രാവശ്യം എന്തായാലും ബെസലിൻ്റെ സൈസൊക്കെ തന്നെ ഭയങ്കര അധികം ചെറുതാക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം iPhone 16 Pro Max അറിയാമല്ലോ, പ്രോ മോഡലിലൊക്കെ തന്നെ ഭയങ്കര ബെസൽ കുറഞ്ഞ ഡിസ്പ്ലേ ആണുള്ളത്. അതുകൊണ്ട് തന്നെ സാംസങ്ങിനും അങ്ങനെ ബെസൽ കുറച്ചാൽ മാത്രമേ പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ S25 അൾട്രയിൽ ബെസലൊക്കെ നല്ലോണം തിന്നാക്കാനുള്ള ചാൻസസും കാണുന്നുണ്ട്. ദെൻ ക്യാമറ. മെയിൻ S25 അൾട്രയിൽ 200 MB പ്രൈമറി ക്യാമറ ഉണ്ടാവും. 15 MB ഫോട്ടോ ലെൻസ്, 15 MB ടെലിഫോട്ടോ ലെൻസ് ഉണ്ടാവും. ബട്ട് അൾട്രാ വൈഡ് കഴിഞ്ഞ മോഡലെല്ലാം തന്നെ 12 MB അൾട്രാ വൈഡാണ്. പക്ഷേ ഇത്തവണ അത് 50 MB അൾട്രാ വൈഡ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെയാണ് കുറച്ചും കൂടെ ബെറ്റർ അൾട്രാ വൈഡിലൊക്കെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സെൽഫി ക്യാമറ 12 MB സെൽഫി ക്യാമറ തന്നെയാണ്. ബാക്കി S25 പ്ലസിലും വലിയ മാറ്റങ്ങളില്ല. 50 MB പ്രൈമറി ക്യാമറ, 12 MB അൾട്രാ, 10 MB ടെലിഫോട്ടോ ലെൻസൊക്കെ തന്നെ വരുന്നുണ്ട്. സോ അത് വലിയ രീതിയിലുള്ള ഡിഫറൻസ് അതിലൊന്നും വരാനില്ല. എന്നാലും ക്യാമറയുടെ ആയിട്ടുള്ള പുതിയ ഒരു പെർഫോമൻസ് പ്രോസറൊക്കെ മാറുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ തന്നെ ക്യാമറയുടെ ഭാഗത്ത് എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും എല്ലാ മോഡലുകളും. ദെൻ പെർഫോമൻസ് ആണ്. ഈ 3 ഫോണിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite ചിപ്സെറ്റാണ്. ബട്ട് എന്തായാലും അൾട്രയിൽ അത് തന്നെയായിരിക്കും. ബട്ട് ബാക്കിയുള്ള 2 മോഡലിൽ എക്സിനോസ് ആവാനുള്ള ചാൻസും ഉണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്. എന്നാലും കൂടുതൽ പേരും വെയിറ്റ് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ വേണമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡലിൽ എക്സിനോസ് ആണ്, അതിന് മുമ്പത്തെ മോഡലായിരുന്നു സ്നാപ്ഡ്രാഗൺ കൊടുത്തത്.
അതുകൊണ്ട് തന്നെ എക്സിനോസ് ഉണ്ടായതുകൊണ്ട് തന്നെ S24 ഒക്കെ തന്നെ സെയിൽ ഭയങ്കര കുറവാണ് S23 ആയിട്ട് നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇത് കിടലായിട്ടുള്ള പെർഫോമൻസ് ഈ ഒരു ഫോണിൽ കിട്ടുന്നതായിരിക്കും. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള One UI 7 വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ Android 15 ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫാസ്റ്ററും ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള UI ആണ് ഇത്തവണ വരുന്നത്. ഓൾറെഡി അറിയാമല്ലോ ആൻഡ്രോയിഡിലൊക്കെ ഒരു ബെസ്റ്റ് ഒരു UI എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് One UI 6 ആണ്. അപ്പം അതിൻ്റെ പുതിയ വേർഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. ഫീച്ചർ റിച്ചും ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവുന്നതായിരിക്കും. സോ ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള UI കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് 7 വർഷത്തേക്കുള്ള അപ്ഡേറ്റ് ഒക്കെ തന്നെ എല്ലാ മോഡലിനും കിട്ടുന്നതായിരിക്കും. സോ 7 വർഷത്തിന് അപ്ഡേറ്റ് ഒന്നും കാര്യമില്ല. അത് വരെ ഈ ഒരു ഫോൺ നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പം തന്നെ പല ഡിസ്പ്ലേയുടെ അറിയാമല്ലോ, ഒരു ഗ്രീൻ ലൈനും ആ ലൈനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതൊന്നും നമ്മളങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. 7 വർഷമൊന്നും പഴയതുപോലൊന്നും നിൽക്കത്തില്ല. അതിപ്പോൾ ഐഫോൺ ആണെങ്കിൽ അങ്ങനെ തന്നെ. അതുപോലെ തന്നെ പിന്നീട് എല്ലാ വേരിയൻറ്റുകളിലും ബേസ് മോഡൽ 12GB, നോർമലി S24 ആണെങ്കിൽ 8GB ആയിരുന്നുണ്ടായി. 12GB വേരിയൻറ്റേ ഉണ്ടായിരുന്നില്ല. ബട്ട് ഈ പുതിയ മോഡലുകൾ ബേസ് മോഡൽ തന്നെ 12GB കൊടുത്തിട്ടുണ്ട്. ഏറ്റവും S25 അൾട്രയിലൊക്കെ ആണെങ്കിൽ 16GB റാമൊക്കെ വരുന്നതായിരിക്കും. സോ അതൊരു പുതിയതായിട്ടുള്ള അപ്ഗ്രേഡ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് ബാറ്ററി എന്നതും പോലെ 5000 mAh ബാറ്ററി തന്നെ ആയിരിക്കും S25 അൾട്രയിൽ വരുന്ന 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നതായിരിക്കും. S25 ഒരു 4000 mAh ബാറ്ററി അല്ലെങ്കിൽ 4700 mAh ബാറ്ററി, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും 4000 mAh തന്നെ ആയിരിക്കും, 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. S25+ ഒരു 4500 അല്ലെങ്കിൽ 4700 ആ ഒരു റേഞ്ച് ബാറ്ററി അതിനും വരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് S25 സീരീസിൽ വരാൻ വേണ്ടി പോകുന്ന മാറ്റം എന്ന് പറഞ്ഞത്. ഇനി പ്രൈസ് കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും കൂടും. ഇപ്പോൾ S25 S24 ഇപ്പോഴത്തെ S24 ഒരു നോർമൽ ആയിട്ടുള്ള സ്റ്റാർട്ടിങ് പ്രൈസ്, ലോഞ്ച് ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ 75,000 ആണ്. അതും 8GB ആണ് ഉണ്ടായത്. ബട്ട് ഇത്തവണ അത് വരുമ്പോൾ 12GB ആയി. 12GB വരുന്ന സമയത്ത് എന്തായാലും ബേസ് മോഡലിൻ്റെ പ്രൈസ് 80,000 ആ റേഞ്ച് വരും. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ iPhone 16 പ്രൈസ് എന്ന് പറയുന്നത് 80,000 ആണല്ലോ. അപ്പം എന്തായാലും അതിൻ്റെ മേലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. ആ റേഞ്ചിൽ തന്നെ എന്തായാലും സാംസങ് പിടിക്കുന്നതായിരിക്കും. കാരണം അതിന് മേലേക്ക് എന്തായാലും പ്രൈസ് കൂട്ടാൻ ചാൻസ് ഇല്ല. ഐഫോണിൻ്റെ ആ ലെവലിൽ തന്നെ ആയിരിക്കും പ്രൈസിങ് എന്ന് പറഞ്ഞാൽ. എന്തായാലും ഒരു 5000 to 7000 രൂപയുടെ പ്രൈസൊക്കെ കൂടുന്നതൊക്കെയാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത മാസം January 22 ഇതിൻ്റെ ഒരു അൺപാക്ഡ് ഇവൻറ്റ് വരാൻ വേണ്ടി പോകുന്നത്. സോ വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം നിങ്ങൾ ഏത് മോഡലാണ് ഇതിന് വെയിറ്റ് ചെയ്യുന്നതായി കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ ബൈ.